കയറി അടിച്ച് അടി മുഴുവൻ തിരിച്ചു വാങ്ങി ഇനി എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതിയേ എന്ന് പറയുന്ന അവസ്ഥയിൽ നിലവിളിക്കുന്ന ആഗോള പരിഹാസ കാഴ്ച ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോഴാണ്. 8,000 മില്യൺ ബാരൽ കഴിഞ്ഞ ദിവസം എണ്ണ ശേഖരം അത് റിലീസ് ചെയ്തു. എന്തിനാണ്? വില കുറയ്ക്കാൻ വേണ്ടി. ഇപ്പോൾ $120 ബാരലിനെങ്കിൽ അത് 200 വരെ കൂട്ടിക്കൊള്ളാൻ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ യുദ്ധതന്ത്രം വിഭവ കേന്ദ്രങ്ങളിൽ മുഴുവൻ ആക്രമിച്ച് തങ്ങൾ അനുഭവിക്കുന്നത് പോലെ ലോകം മുഴുവൻ അനുഭവിക്കണം എന്ന ഒരു തരത്തിലേക്കാണ്. സംഗതി വിഭവങ്ങളെ ആക്രമിക്കുന്നത് ശരിയല്ല എന്നതൊക്കെ ധാർമ്മികവും മതപരവുമായ കാഴ്ചപ്പാടാണെങ്കിലും ചില സമയത്ത് ഈ ധാർമ്മികതയൊക്കെ അനീതികൾക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ മാറ്റിവെക്കേണ്ടി വരുമെന്ന് തൽക്കാലം ആശ്വസിക്കാം. അതുകൊണ്ട് തന്നെ ഇന്നലെ 2 കോമഡി രംഗങ്ങളുണ്ടായി. ഒന്ന്, ഹോർമിസ് കടലിടുക്കിലൂടെ ഞങ്ങളുടെ പിന്തുണയോടെ ഞങ്ങളുടെ കരുത്തോടെ ഞങ്ങൾ സഹായിച്ച് ദേ ഒരു കപ്പൽ പോയേ എന്ന് വൈറ്റ് ഹൗസ് ട്വീറ്റ് ചെയ്തു. അങ്ങനെ ട്വീറ്റ് ചെയ്ത് വലിയ ആവേശപൂർവ്വം ആഘോഷിച്ച് നിന്നപ്പോൾ ഇറാൻ്റെ സ്പീക്കർ ഒരു മറു ട്വീറ്റ് ചെയ്തു. സത്യമാണ്, ഹോർമിസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പൽ പോയി, പക്ഷേ അത് വീഡിയോ ഗെയിമിലൂടെയാണ് എന്ന് മാത്രം എന്ന് പറഞ്ഞു വെച്ചു. അത്രേ പറഞ്ഞുള്ളൂ. കാരണം കുറച്ച് ദിവസങ്ങളായി ഹോർമിസ് കടലിടുക്കിലൂടെ ആര് പോയാലും ഞങ്ങൾ പിന്തുണ തരുമെന്നൊക്കെ ട്രംപും പറയുന്നുണ്ടായിരുന്നു. ട്രംപിനിപ്പോൾ യാതൊരു വിലയില്ല. കാരണം മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും പല രാജ്യങ്ങളെയും ആക്രമിക്കാനും ആയുധത്തിനും താവളത്തിനും ഒക്കെ ചോദിച്ചിട്ടും അത് നൽകാൻ അവരാരും തയ്യാറല്ലായില്ലെന്ന് മാത്രമല്ല, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൂടയ്ക്ക് പോലും അവരാരും വില വെക്കുന്നുമില്ല. അപ്പോഴാണ് പുള്ളിയുടെ ഈ ഗീർവാണമടി. സംഗതി ഇറാനിയൻ സ്പീക്കറുടെ ട്വീറ്റ് പുറത്തു വന്നതുമല്ല, വളരെ പെട്ടെന്ന് വൈറ്റ് ഹൗസിൻ്റെ ട്വീറ്റ് അങ്ങ് പിൻവലിച്ചു. എന്നാലോചിച്ച് നോക്കണേ, പിൻവലിക്കുന്നത് വൈറ്റ് ഹൗസിൻ്റെ ട്വീറ്റാ. വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ആരാ? ലോകത്തിൻ്റെ തലയിലെടുത്ത് നിശ്ചയിക്കുന്നവരാ. അവരാണ് ഇട്ടിട്ട് നക്കി മാറ്റുന്നത്. എന്താ കാര്യം? സംഭവം സത്യമായിരുന്നു. വീഡിയോ ഗെയിമിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ വിശദീകരണം വരുന്നത്. അത് ഓഫീസിലെ ഒരു ക്ലർക്ക് എടുത്തു വെച്ചങ്ങ് അടിച്ചിട്ടതാണ്. വൈറ്റ് ഹൗസിൻ്റെ ഒഫീഷ്യൽ ട്വീറ്റിംഗ് എക്സ് പ്രൊഫൈലിൽ നടത്തുന്നത് അവിടെ നിൽക്കുന്ന ക്ലർക്കോ തൂപ്പുകാരി ആരാണ്ടാണ്. നമ്മുടെ BJPയുടെ രാജീവ് ചന്ദ്രശേഖരൻ സാറ് പണ്ട് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ ഇനി ഒരിക്കലും മത്സരിക്കാനില്ല, ഈ ഇവിടുന്നൊക്കെ ഞാൻ ഒളിച്ചോടുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് പിൻവലിച്ചിട്ട് അത് കാർ ഡ്രൈവറോ അവിടെ കണ്ട് തൂക്കാൻ നിന്ന ബംഗാളി ഇട്ടതാണെന്ന് പറഞ്ഞ പോലത്തെ ഒരു ബംഗാളി പോസ്റ്റ് ആണെന്ന് പറഞ്ഞ് അത് പിൻവലിച്ച് ഓടി. എന്ന് മാത്രമല്ല, കഴിഞ്ഞ രാത്രിയിൽ ഇറാഖിൻ്റെ തീരത്ത് കിടന്ന 2 എണ്ണക്കപ്പൽ കൂടി ഇറാൻ ആക്രമിച്ചെന്ന് മാത്രമല്ല, പച്ചയ്ക്ക് തീപിടിപ്പിച്ചു. കൂടാതെ നമ്മുടെ ഇന്ത്യക്കുണ്ട് ഒരു വാണിംഗ്. ഹോർമിസ് കടലിടുക്കിലൂടെ വന്ന തായ് കപ്പൽ ചരക്കുമായി നമ്മുടെ രാജ്യത്തേക്ക് വന്നതാണ്, അതിനെയും ആക്രമിച്ചു. എന്നാൽ ചൈനയുടെ കപ്പലുകളും റഷ്യയുടെ കപ്പലുകളും വളരെ നിർബാധം പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഒരു നയപരവും നീതിപൂർവമായ തീരുമാനം എടുത്തിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ യുദ്ധം കഴിയുമ്പോൾ വളരെ സേഫ് പൊസിഷനിലായിരുന്നേനെ. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചതിച്ചവരുടെയും വഞ്ചിച്ചവരുടെയും ലോകത്തിലെ യുദ്ധവെറിയന്മാരുടെയും പക്ഷത്ത് മഹാത്മാഗാന്ധിയുടെ ചേരിചേരാ നയത്തിൽ അഹിംസയിൽ വിശ്വസിച്ചിരുന്ന ഇന്ത്യ അവിടെ കൊണ്ടുവന്ന് കുറ്റിയടിച്ച് കെട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആരോ ഒരു തമാശയ്ക്ക് പറയുന്നത് കേട്ടു, ന്യൂസിലൻഡിനോട് ജയിക്കാൻ ഇന്ത്യയെ ട്രംപ് അനുവദിച്ച് ഉത്തരവിറക്കിയെന്ന്. എന്ന് പറഞ്ഞാൽ ട്രംപ് അനുവദിച്ച് ഉത്തരവിറക്കിയില്ലെങ്കിൽ ന്യൂസിലൻഡിനോട് ഇന്ത്യക്ക് ജയിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചു എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു. ഏതായാലും ഇതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി.